സോ വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. ഇന്ന് ഇപ്പോൾ ഒരു സ്റ്റോൾ പ്രെപ്പിങ്ങിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഇതൊരു നോട്ട് പാഡ്സും സ്റ്റിക്കർ ഷീറ്റ്സും എങ്ങനെയൊക്കെയാണ് പ്ലേസ് ചെയ്യണേ എന്നുള്ളത് കാണിക്കാം. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇതൊരു പുതിയ സ്റ്റാൻഡിയാണ്. അപ്പോൾ ആ സ്റ്റാൻഡിൽ നമ്മൾ നോട്ട് പാഡ്സ് ആണ്, പിന്നെ ചെറിയ സ്റ്റിക്കേഴ്സും ബുക്ക് മാർക്സും കീ ചെയിൻസും. അപ്പം അങ്ങനെ ഒരു യുനോ ലൈക്ക് എ സ്മോൾ ജസ്റ്റ് ഓൺ ഹൗ യു ക്യാൻ യൂസ് ദീസ് സ്റ്റാൻഡീസ്. ആക്ച്വലി ഇത് ഞാൻ ഇത്രയും സ്റ്റാക്ക് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ എത്രത്തോളം സ്റ്റാക്ക് ചെയ്യാൻ വെക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റാക്ക് ചെയ്യാൻ വെക്കാൻ പറ്റും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു കാര്യം ചെയ്തത്. ബട്ട് ഐ തോട്ട് ഓക്കെ, ദിസ് ഇസ് something that people want to look into if they are buying something. ഇങ്ങനത്തെ ഒരു ഇത് ശരിക്കും പറയാൻ വെച്ചാൽ ഒരു നെയിൽ പോളിഷിൻ്റെ ഒരു ഇതാണ്. സോ അത്രയും സ്പേസ് ആണ് ആ നെയിൽ പോളിഷ് ഇടാനുള്ള ഒരു സ്പേസിങ് ആണ് ഉള്ളത്. കണ്ടോ, എൻ്റെ ഇപ്പോൾ ഈ കൈ വെച്ചേക്കണം നോക്കൂ. ഇത്രയും കയ്യിൽ ഇപ്പം ഇത്രയും ഡീപ്പിൽ യു ക്യാൻ കീപ് ഓൾ ദ നെയിൽ പോളിഷ്. അപ്പം ഞാനിത് സ്റ്റോളിന് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് ലൈക്ക് ദർ ആർ സർട്ടൻ പീപ്പിൾ, ഞാൻ ഏതൊരു ഇതിൽ കണ്ടതാണ്, ലൈക്ക് യു ക്യാൻ യൂസ് ദിസ് ആസ് എ സ്റ്റോൾ പർപ്പസ് ഓൾസോ. സോ ഐ തിങ്ക് n number of ways you can use organizers, right? സോ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുള്ള ഒരു സ്റ്റിക്കർ മാത്രം, പിന്നെ 2-3 ബുക്സ് മാത്രം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിക്കണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ ഇവിടെ നോട്ട് പാഡ്സ് എത്രത്തോളം വെക്കാൻ പറ്റും, ആൻഡ് ഓൾസോ ദിസ് ഇസ് ലൈക്ക് എൻ ഇൻട്രൊഡക്ഷൻ ടു ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഓൾസോ. എന്താണ് ഞാൻ ചെയ്യണതൊക്കെ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സോ വെൽക്കം ടു ദി സ്റ്റോൾ പ്രെപ്പിംഗ് വീഡിയോ, ആൻഡ് ദിസ് ഇസ് പാർട്ട് 1. ഓക്കെ, മിക്കവാറും പാർട്സ് ആയിട്ടായിരിക്കും എന്തായാലും ഇടുണ്ടാവുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ സ്റ്റിക്കേഴ്സ്. ആക്ച്വലി ഈ സ്റ്റിക്കേഴ്സ് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഞാൻ അധികം ഞാൻ വെച്ചിട്ടില്ല, ബിക്കോസ് ഇതിൻ്റെ ബാക്കി എന്ന് പറയണത് ഞാൻ ഇപ്പുറത്ത് വെക്കുകയാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഇഫ് പീപ്പിൾ കം ആൻഡ് ദിസ് ഇസ് ലൈക്ക് ജസ്റ്റ് ഫോർ ഡിസ്പ്ലേ. അപ്പോൾ ഡിസ്പ്ലേക്ക് മാത്രം ഞാൻ കുറച്ച് വെക്കാം, ബാക്കിൽ അതിൻ്റെ ബാക്കിയുള്ളത് വെക്കാം. സോ എല്ലാം വെക്കണേക്കാട്ടിലും നല്ലത് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സാമ്പിളിങ് പോലെ വെക്കുകയാണെങ്കിൽ സോ ഇറ്റ് ഈസ് റിയലി ഗുഡ്, റൈറ്റ്? അപ്പം ഇതിപ്പോൾ ഞാൻ നിറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അതിൽ 1-2 ഇത് കണ്ടോ, ഇതൊക്കെ ഒരേപോലെ തന്നെയാണ് ഞാൻ വെച്ചേക്കണത്. ബട്ട് ഞാനതൊരു നിറയ്ക്കാൻ വേണ്ടി വെച്ചതാണ്. ആക്ച്വലി അത്രയൊന്നുമില്ല, അതിൽ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത്രേ വരുള്ളൂ, ഇത്രയും സ്പേസിങ്ങേ വരുള്ളൂ. ഇപ്പം ഇത്രയും എടുത്ത സ്പേസിങ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഹരി ശ്രീ ഗണപതായ നമഃ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ദീസ് ആർ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇത് സ്റ്റിക്കറല്ല, ദിസ് ഇസ് ലൈക്ക് ബുക്ക് മാർക്ക് പോലെയാണ്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് 10 rupees. ഇതും അതെ 10 rupees ആണ്. ഇത് സ്റ്റിക്കേഴ്സാണ്, ഷേപ്പ് സ്റ്റിക്കേഴ്സാണ് 2026-ൻ്റെ. പിന്നെ ഇത് സ്റ്റിക്കർ ഷീറ്റ്സ് ആണ്. ഇത് സ്റ്റിക്കർ ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. പിന്നെ ഇത് കണ്ടോ, ഇതും സ്റ്റിക്കർ ഷീറ്റാണ്. ഇത് ഞാനായി വരുന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് അനദർ വൺ. കുറച്ചൊക്കെ സ്റ്റിക്കർ ഷീറ്റ്സ് കഴിഞ്ഞ സ്റ്റോളിൽ നിന്ന് ഒരു അപ്ഡേറ്റ് ആയിരുന്നു, വേറെ സ്റ്റിക്കർ ഷീറ്റ്സ് ഉണ്ടോയെന്ന്. സോ ഐ തോട്ട് ദിസ് ടൈം ഐ എം ഇൻട്രൊഡ്യൂസിങ് മോർ സ്റ്റിക്കർ ഷീറ്റ്സ് ബിക്കോസ് പീപ്പിൾ ആർ എനിവേസ് ദേ ലൈക്ക് ദീ സ്റ്റിക്കർ ഷീറ്റ്സ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ ആണ്. പിന്നെ ഈ ബുക്ക് മാർക്കാണ്, ഇത് ബുക്ക് മാർക്കാണ്. അപ്പോൾ ഇത് ബുക്ക് മാർക്ക് ഇപ്പോഴത്തെ വിഷുവിൻ്റെ സമയത്തുള്ള ഒരു ബുക്ക് മാർക്കാണ്. ഓക്കെ, എനിവേസ് അത് ഒരു ഭാഗം. പിന്നെ ഇത് സ്റ്റിക്കേഴ്സാണ്, ഇല്ലസ്ട്രേറ്റീവ് സ്റ്റിക്കേഴ്സാണ്. ഇത് ഏറ്റവും എവ്രിബഡി ഹാസ് ബോട്ട് ദിസ്. ഇസ് വെരി വെരി ട്രെൻഡിങ് കൈൻഡ് ഓഫ്. അപ്പോൾ അത് മാത്രം അതിങ്ങനെ വെച്ചു. പിന്നെ ഗണപതിയുടെ അങ്ങനെ പലതിൻ്റെയും നമ്മൾ സ്റ്റിക്കേഴ്സ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, വ്ളോഗിലും കാണിച്ചു തന്നിട്ടുണ്ട്.
പിന്നെ ഇത് കഥകളിയുടെ ക്യൂരിയസ് പ്രിൻസിൻ്റെ, പിന്നെ ഓം, പിന്നെ വിഷു, അത് പലത്. ആ സ്റ്റിക്കേഴ്സ് എല്ലാം ഇപ്പോഴത്തെ പുതിയ സ്റ്റിക്കേഴ്സ്, ഉദയ ഹനുമാൻ കണ്ടു, അങ്ങനെ പുതിയ സ്റ്റിക്കേഴ്സും ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. സോ ദ പീപ്പിൾ ക്യാൻ കം ആൻഡ് ദേ ക്യാൻ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, അങ്ങനെ പോവാം. അതാണ്. പിന്നെ ഇവിടെ എന്ന് പറയണത് നമ്മുടെ നോട്ട് പാഡ്സ് ആണ്. അപ്പോൾ നോട്ട് പാഡ്സിലേക്ക് കിടക്കുമ്പം ഡീപ് തോട്ട്സ്, പിന്നെ ഇഡ്ലി തീം, പിന്നെ ചോക്ലേറ്റ് തീം, അങ്ങനെ പല തീംസായിട്ടാണ് ഞാൻ റെട്രോ തീം അങ്ങനെ പല തീംസ്. ദിസ് ഇസ് മിൻറ്റി ലെമൺ, ഫേമസ് ഹിറ്റ് മിൻറ്റി ലെമൺ ആണ്. ഇതൊക്കെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, എംപവറിങ്, ബട്ട് ജസ്റ്റ് ഐ എം ഷോയിങ് വാട്ട് ഓൾ തിങ്സ് ആർ ദെയർ എന്നുള്ളത്. പിന്നെ നകുലൻ, ഇത് പാണ്ഡവരുടെ ഒരു സെക്ഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചു. സോ ഇറ്റ് ഈസ് ഈസി. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അത് ഓക്കെ, ദിസ് ഇസ് സംതിങ്. ഇത് നമ്മുടെ മിനി സ്കെച്ച് ബുക്ക്. പിന്നെ ഇത് അതന്നെ സെയിം ഉദീശ്വരൻ, പക്ഷേ ഇതിൽ ലവ് ഓറഞ്ച്, ദാറ്റ് ഈസ് ദെയർ. ലവ്ലി ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് പാഡ് ഉണ്ട്. ഇത് വിഷുവിൻ്റെ സ്പെഷ്യലായ കാരണം വിഷ്ണുവിൻ്റെ ഒരു നോട്ട് പാഡ്സ് ആണ്. ആൻഡ് യു ഗെറ്റ് ടു സീ ദേവി നോട്ട് പാഡ്സ് ഓൾസോ. ഇതും അതെ, ഇതും ദേവി നോട്ട് പാഡാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്. ദിസ് ഇസ് ഭീമ. ഓക്കെ, ഐ വിൽ ഷോ വൺ വിത്ത് ദിസ് ഫോക്കസ്ഡ് ആയിട്ട്. ഇങ്ങനെ ഒരെണ്ണം, ചിലത് മാത്രം ഞാനിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ബാർ, അങ്ങനെ ഇപ്പോൾ ചോക്ലേറ്റ് ബാർ ഉണ്ട്, വിഷു തീമുണ്ട്, അങ്ങനെ. ഇത് പെർഫെക്റ്റ് ഫിറ്റ്, നമ്മുടെ പെർഫെക്റ്റ് ഫിറ്റിൻ്റെ ഒരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വരുന്നത് ചെറി ബ്ലോസം. അത് കഴിഞ്ഞ് പിന്നെ എക്സ്പ്ലോർ വിത്ത് മീ എന്ന് പറയുന്ന ഒരു ഇതാണ്. ദാറ്റ്സ് ലൈക്ക് വെരി ഡി എൽ സൈസാണ് അതൊക്കെ. ഇതും അതെ ഡി എൽ സൈസാണ്. പിന്നെ അത് കഴിഞ്ഞ് പെർഫെക്റ്റ് ഫിറ്റിൻ്റെ തന്നെ. അപ്പം സി മാക്സിമം എത്ര വാട്ട്സ് ദ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു നോട്ട് പാഡാണ് ഇത്. പൈനാപ്പിൾ സീരീസ്, പൈനാപ്പിളിൻ്റെ ഒരു നോട്ട് പാഡാണ്. ആൻഡ് ദിസ് ഈസ് ലൈക്ക് എക്സ്പ്ലോർ വിത്ത് മീ. ടു ഡു ലിസ്റ്റ് ഉണ്ട്. പിന്നെ കോട്ടൺ ക്യാൻഡി. തീംസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ്. ചെറി ബ്ലോസം ആൻഡ് അങ്ങനെ പല തീംസാണ് ഇതിനൊക്കെ വരുന്നത്. അപ്പം ഇത്രയും തീംസാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. സോ ഐ തിങ്ക് ദിസ് ഇസ് ലൈക്ക് ഒരു നല്ല ഇതാണെന്ന് തോന്നുന്നു. ബട്ട് ഐ തിങ്ക് ബെൻഡ് വന്നേക്കണം. ബട്ട് ആക്ച്വലി യു ക്യാൻ കീപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഡസൻറ്റ് ഫോളോ ഓഫ് ചെയ്യാൻ ഉള്ള സാധ്യതകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളത് തിരിച്ചു വെച്ചാൽ എവറിത്തിങ് കംസ് ഇൻ ടു റൈറ്റ് പ്ലേസ്. ആൻഡ് ദെൻ സൈഡിൽ അത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി വെച്ചതാണ്. നമ്മുടെ കീ ചെയിൻസ് ഉണ്ട്, അമ്മ കീ ചെയിൻ, ബുക്ക് മാർക്സ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് മന്ത്ര കാർഡ്. ഇത് ഞാൻ ബാക്കി മറ്റേൻ്റെയൊക്കെ ബാക്കി ഞാൻ ഈ സൈഡിലാണ് വെച്ചേ. പിന്നെ ഇത് സേമിയ പായസം, മിഡ് നൈറ്റ് മാജിക്, ആൻഡ് ദിസ് ഇസ് ചെറി ബ്ലോസം. അങ്ങനെ ഇത്രയും ഇനിയും വെക്കാനുണ്ട്. ഞാൻ ഇതിപ്പം നോട്ട്ബുക്ക് ഇനി വെക്കാനുണ്ട്. നോട്ട് പാഡ്സും ഇനി പല ചെറിയ കാര്യങ്ങൾ വെക്കാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം എന്ന് വിചാരിച്ചു. സോ സെയിം തിങ് തന്നെയായിരിക്കും. ബട്ട് നോട്ട്ബുക്സ് ഒക്കെ വെച്ചെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. സോ അൺടിൽ ദെൻ, താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി സ്റ്റോൾ പ്രെപ്പിംഗ് വീഡിയോ. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ റാക്കിൻ്റെ മുകളിൽ ഇപ്പം ഇനി നോട്ട് പാഡ്സ് ആണ്, നോട്ട്ബുക്കാണ് ഇനി അടുത്തത് ചെയ്യാൻ പോണേ. സോ അതെങ്ങനെയായിരിക്കും, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതിനി ചെക്ക് ചെയ്യണം. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ എന്തായാലും കിംചി കൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ പാൻ ഏഷ്യ ആണ്. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ആനിമേ സീരീസ് ഉണ്ട്, സ്റ്റുഡിയോ ഗിബ്ലി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവുമായിരിക്കും.
അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡ് ക്രിയേറ്റ് ചെയ്തതാണ് ഇത്. അപ്പോൾ ഇത് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഒരു ബ്ലൂഡ് A6 സൈസാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ 50 ഷീറ്റ്സ്. അപ്പോൾ ഇതൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ക്യാറ്റാണെന്ന് തോന്നുന്നു. ആ ക്യാരക്ടർ ഇങ്ങനെ ത്രൂ ഔട്ട് ദ ദാറ്റ് സ്റ്റുഡിയോ ഗിബ്ലിയുടെ ആ ഒരു സീരീസിൽ കുറേ കാണാനുണ്ട് നമുക്ക്. അപ്പോൾ അതും പിന്നെ അതിൽ കുറേ ഇല്ലസ്ട്രേഷൻ ആയിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തേക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറയാൻ വെച്ചാൽ. സോ ഐ തോട്ട് ഇതൊക്കെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് ലൈക്ക് എ പാർട്ട് 2. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ.